ഇറാൻ തീർന്നു, അതോടൊപ്പം തന്നെ ഇറാനിലെ ജനങ്ങളും തീർന്നു, അമേരിക്ക അവിടെ ഭരണം തുടങ്ങി എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഗോദി മീഡിയകളും അതുപോലെ തന്നെ കാസക്കാരും ക്രിസംഗികളും ഒന്ന് മനസ്സിലാക്കുക, എന്താണ് ഇസ്രായേൽ അമേരിക്ക എന്ന് പറയുന്ന അച്ചുതണ്ടിൽ വർക്കൗട്ടാക്കി ഇറാനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ കൃത്യമായി ഓരോ കാര്യം നമ്മുടെ മാധ്യമങ്ങൾ അഥവാ അവിടുത്തെ ഇൻ്റർനാഷണൽ ഒഫീഷ്യലായിട്ടുള്ള മാധ്യമങ്ങൾ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങൾ, മലയാളക്കരയിലുള്ള ചില മാധ്യമങ്ങൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു സംഭവത്തിനൊക്കെ വലിയ ഒരു കൂട്ടിയിട്ടുണ്ടല്ലോ വിദേശ വാർത്ത മാത്രം വായിക്കാൻ. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇറാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്, കൈവിട്ടു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പെരുപ്പിച്ച് പറയുന്നുണ്ട്. എന്തോ ഇറാനോട് ഇത്ര ദേഷ്യമുള്ളതുപോലെ. സത്യത്തിൽ എന്താ ഇപ്പോൾ സംഭവിച്ചത്? ഇറാനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ആയത്തുള്ള ഖാംനി അവിടെ തന്നെ ഉണ്ട്. മാത്രമല്ല അയാൾ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടും പോയിട്ടുമില്ല. റഷ്യ പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുന്നതൊക്കെ സ്വയം ആശ്വാസത്തിന് വേണ്ടിയും സ്വയം അനുഭവിക്കാൻ അല്ലെങ്കിൽ സുഖം കണ്ടെത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ആലോചനകളും വാർത്തകളും മാത്രമാണ് മനസ്സിലാക്കി. ഇപ്പം എന്ത് സംഭവിച്ചു? അവിടെയാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. എവിടെയാണ് ഇസ്രായേലിന് എന്ത് പറ്റി, അമേരിക്കയ്ക്ക് എന്ത് പറ്റി? അമേരിക്കയും ഇസ്രായേലൊക്കെ നിന്ന് കത്തുകയാണ്. നിങ്ങൾ കണ്ടിട്ടാണ്, നേരത്തെ ഒരു പോയട്രീനെ കൊന്നിട്ട് അവിടെ വലിയ രൂപത്തിൽ പ്രക്ഷോഭം, അംദാനി ഉൾപ്പെടെയുള്ളവർ അമേരിക്കയ്ക്കെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് അവിടെ ഉണ്ടായത്? കഴിഞ്ഞ ദിവസം മുഖത്ത് വെടിവെച്ച് കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്ത്രീയെ, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ, അവരുടെ അവകാശത്തിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്ത്രീയുടെ മുഖത്ത് വെടിവെച്ച് അമേരിക്കൻ സൈന്യം കൊന്നതിന് ശേഷം അവിടെ കത്തുകയാണ്. എന്തേ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയാത്തത്? ഏതാനും സ്ക്രീൻഷോട്ടുകൾ ഞാനിവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടുനോക്ക്. അമേരിക്കയുടെ അവസ്ഥ ഇന്നലെ തുടങ്ങിയ പ്രൊട്ടസ്റ്റ് കത്തിപ്പടർന്നുകൊണ്ട് മംദാനി ഉൾപ്പെടെ ആ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. മംദാനി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ നിഷ്കരണം വധിച്ചു കളയുക, സ്വന്തം പൗരന്മാരോട് യാതൊരുവിധ കൂറുമില്ലാതെ വധിച്ചു കളയുക. എന്നിട്ടാണ് ഇവിടെ ഇറാൻ കത്തിക്കൊണ്ടിരിക്കുന്നു, ഇറാൻ തീർന്നു പോയിരിക്കുന്നു, എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഇസ്രായേലിൻ്റെ കാര്യം എന്തായി? ഇസ്രായേലിൽ നല്ല തോറകളൊക്കെ പഠിച്ച് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന കുറച്ച് ആളുകളുണ്ട്, കുറച്ച് ജൂതന്മാരുണ്ട്. അവർ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു, തോറ അടിസ്ഥാനമാക്കി ജീവിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഹരീജ് എന്നാണ് അവരുടെ പേര് തന്നെ. അവരോടിപ്പോൾ പറഞ്ഞിട്ടുള്ള 5 കൊല്ലം നിർബന്ധിത സൈനിക സേവനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടെ അവരും ഹാലിളകിയിട്ടുണ്ട്. ഈ രാജ്യം ഭരിക്കേണ്ട ഈ ആൾ ഒരിക്കലും രാജ്യ നന്മ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല രാജ്യത്തിൻ്റെ ആളുകളെ എന്നേക്കുമായി മതിയാക്കിയ ഒരു ഭരണകൂടമാണ് നെതന്യാഹു സർക്കാർ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നീ അങ്ങ് ഇറങ്ങി ഞങ്ങൾക്ക് അവകാശപ്പെട്ട അർഹതയുള്ള ആളെ ഞങ്ങളങ്ങ് വെച്ചോളും. എന്താ ഇസ്രായേലിൽ സംഭവിച്ചത്? അവിടെയുള്ള ജൂതന്മാരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ അടിച്ചപ്പം ഒരുപാട് ആൾ ഗ്രീസിലേക്കും സൈപ്രസിലേക്കും ഓടിപ്പോയി, ടിക്കറ്റ് എടുത്തിട്ടും അല്ലാതെയും ഓടിപ്പോയി. ഇപ്പോൾ അവിടെ യുവാക്കളില്ല. അപ്പോൾ ഹരീജ് എന്ന് പറയുന്ന ആരോടും ഒതുങ്ങിക്കഴിയുന്നൊരു വിഭാഗം, തോറയൊക്കെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഹരീജുകളുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വേഷമാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. അവരോട് പറയുന്നു, നിങ്ങളിൽപ്പെട്ട ആളുകളും നമ്മുടെ സൈനിക സേവനത്തിന് വേണം, അതും 5 കൊല്ലത്തെ കോൺട്രാക്റ്റ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ നെതന്യാഹു ഞങ്ങളെയും കൊണ്ടേ പോകുള്ളൂ. അവരൊന്നും നോക്കിയില്ല, അങ്ങ് ഇറങ്ങി, പ്രൊട്ടസ്റ്റുമായിട്ട് ഇറങ്ങി. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് ആ ആളുകൾക്ക് വലിയ രൂപത്തിൽ പ്രത്യാഘാതം ഉണ്ടാവുകയും ചെയ്തു. മീൻസ് ഇസ്രായേൽ ഭരണകൂടത്തിന് പ്രത്യാഘാതമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ നിലവിൽ സൈനികമായിട്ടുള്ള അംഗബലം കുറവാണ്. മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള സൈനികർ തന്നെ ഈ ഇറാൻ യുദ്ധത്തിന് തീരെ താല്പര്യമില്ലാത്തവരാണ്. അവർക്കറിയാം അയോൺ സിസ്റ്റവും താഴ് സംവിധാനവും നേരോ സിസ്റ്റമൊക്കെ അമ്പെ പരാജയമാണ്, ഇതൊക്കെ കടലാസിലെ പുലികൾ മാത്രമാണെന്നുള്ളവർക്കറിയാം, അനുഭവിച്ചവരാണ്. പിന്നെ എന്തിനാണ് നമ്മൾ തലവെച്ച് കൊടുക്കുന്നതെന്നുള്ള ബുദ്ധിയുള്ള സൈന്യങ്ങൾ അവിടെ തന്നെ IDFൻ്റെ ഇറാൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ആളുകൾ തന്നെ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായ കുറച്ചുകൂടി ആളുകളൊക്കെ നമ്മുടെ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം. അങ്ങനെ അതിനുള്ള ധാരണ എത്തി. ഒരു പ്രഖ്യാപനം നടത്തിയത് ഈ നെതന്യാഹുവിന് ഓർമ്മയുള്ളൂ, എല്ലാം കൈവിട്ടുപോയി. ആ കൈവിട്ടുപോയി എന്ന് പറയുന്ന ഈ രംഗം എന്തുകൊണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല? അതാണ് നമുക്കൊരു അത്ഭുതം. പക്ഷേ അതിനൊക്കെ കുറേ കാരണങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പം മാധ്യമത്തിന് കിട്ടാതെ പോയേക്കാം. അങ്ങനെ നമ്മൾ നല്ലതിനെ ചിന്തിക്കുക, അതായിരിക്കും നന്നാകുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മാധ്യമധർമ്മം എന്നൊക്കെ പറയുമ്പം നമ്മളുടെ ചുറ്റുപാടും നോക്കി, തൊട്ടപ്പുറത്ത് നോക്കി, അന്താരാഷ്ട്ര നിലവാരത്തിലൊക്കെ മാധ്യമധർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരു രാജ്യത്തിന് മാത്രം പരിക്ക്, മറ്റു രാജ്യത്തിന് എന്തെങ്കിലും പരിക്ക് പറ്റുന്നുണ്ട്, അത് നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് പറയുന്ന രീതികൾ, അത് അപകടമാണ്. ഇപ്പോൾ ഇസ്രായേൽ നിന്ന് കത്തുകയാണ്, അമേരിക്ക നിന്ന് കത്തുകയാണ്. കത്തിക്കാൻ പോയ ആളുകൾ കുടുങ്ങുകയും ചെയ്തു. അവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട
ആളുകൾ രംഗത്ത് വരികയും ആ പോയട്രീനെ അല്ലെങ്കിൽ ആ ആളെ ഒരു പ്രൊട്ടസ്റ്റിനെ മുഖത്ത് വെടിവെച്ച് കാറിൻ്റെ ഉള്ളിൽ വെച്ച് കൊല പിടിച്ചതിൻ്റെ പേരിൽ ആ സൈനികനെ സസ്പെൻഡ് ചെയ്തിട്ട് പോലും പ്രൊട്ടസ്റ്റുകാർ ഒഴിഞ്ഞു പോകുന്നില്ല. വളരെ ക്രൗഡായിട്ടുള്ള ആളുകളാണ് അമേരിക്കയിലെ ട്രംപിനെതിരെ വികാരത്തോടുകൂടി അതിയായ ആവേശത്തോടുകൂടി വലിയ രൂപത്തിൽ പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല രീതിക്ക് അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള മംദാനി ഉൾപ്പെടെ അതിനൊരു സപ്പോർട്ട് അടിക്കുകയും ചെയ്തതോടുകൂടി അവിടുത്തെ രംഗം ഒന്നുകൂടി അങ്ങോട്ട് ഉഷാറായി. എന്നിട്ട് ആ മംദാനിയുടെ കഥയോ അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റിൽ കൊല്ലപ്പെട്ട് മുഖത്ത് വെടിയോ കൊണ്ട് കൊല്ലപ്പെട്ടു പോയ ആ സ്ത്രീയുടെയോ കഥയോ ഒന്നും ഒരു റിപ്പോർട്ടും എവിടെയും കാണുന്നില്ല. ശരിക്ക് ഇറാൻ മാത്രമേ പ്രശ്നമുള്ളൂ. ഇറാനിൽ കത്തിപ്പടരുകയാണ്. 2022 കഥകളൊക്കെ എടുത്തിട്ടാണ്, വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ അതും അത്യാവശ്യം തിരക്കില്ലാത്ത ചില ചാനലുകളിലേക്കാണ് പുറത്തു വിടുന്നത്. സഹതാപം മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. അതിനിടയ്ക്ക് ഒന്ന് പറയാനുള്ളത് മുമ്പ് പറയാൻ ആഗ്രഹിച്ചിരുന്നു, ഞാനിതുവരെ പറയാറുമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിനൊരു ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സാധാരണ ഞാൻ പറയാറേ ഇല്ല, നിങ്ങൾക്ക് മുമ്പേ ഉള്ള. എന്താണ് ഇപ്പോൾ പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഈ വാർത്തകൾ ദഹിക്കുന്നില്ല. ആ ദഹനക്കുറവ് വന്നതുകൊണ്ട് തന്നെ നമ്മളെ ചാനലിന് പ്രതികൂലമായിട്ട് അവരെന്തൊക്കെയോ പണികൾ ഒപ്പിക്കുന്നുണ്ട്. നമുക്കിവിടെ അറിയാൻ പറ്റും, മെയിലായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ പറ്റുന്നവർ നിങ്ങൾ ഈ ചാനലൊന്ന് കാണുകയാണെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. കാരണം ഓല് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ബാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നെ ആ പണി എടുത്തിട്ട് ഇടങ്ങാറാക്കണ്ട എന്ന് കരുതിയിട്ട്. എന്താണെങ്കിലും അനുഭവം ഉള്ളതിനനുസരിച്ച് ഓരോരുത്തർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർത്തും ഇറാനെ കത്തിക്കാൻ പോയ ആളുകളും ഓശാന അല്ലെങ്കിൽ അവരുടെ സിൽബന്ദികളൊക്കെ ഇപ്പം ജയിലിലായി. ഒരുപാട് ആളുകൾ യമപുരിക്ക് പോയി, ഈ ഇറാനിലെ റവല്യൂഷണറി ഗാർഡിൻ്റെ അല്ലെങ്കിൽ ഇറാനിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗം. ഇനിയിപ്പം ഈ മംദാനിയുടെയും അതുപോലെ തന്നെ അവിടുത്തെ ജനസമൂഹത്തിൻ്റെയൊക്കെ പ്രക്ഷോഭം നടക്കുന്നു. ഇസ്രായേലാണെങ്കിൽ നല്ല രീതിക്ക് അവിടുത്തെ ജൂത തോറ ഒക്കെ വായിച്ചു പോകുന്ന ഹരീജ് വിഭാഗത്തിൻ്റെയും നടക്കുന്നുണ്ട്. സത്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, അവർക്ക് വെച്ചത് ഇവർക്ക് തന്നെ കിട്ടി. അതാണ് പ്രപഞ്ച നിയമം, പ്രകൃതി നിയമം. അത് കിട്ടേണ്ട രൂപത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അത് വാർത്ത അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിദേശ മാധ്യമങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ മലയാളക്കരയിലുള്ള വാർത്താ ചാനലുകളൊക്കെ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടാൽ നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അറിയട്ടെ. ഇറാൻ്റെ മാത്രം അറിയലല്ലല്ലോ എല്ലാവരുടെയും ആവശ്യം. എല്ലാം സത്യമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടാകും. എന്താണെങ്കിലും ഇസ്രായേലിൽ സൈന്യത്തിൻ്റെ അംഗങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഹരീജി വിഭാഗത്തെ കൂടി റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതും പരാജയപ്പെടുന്ന രൂപത്തിലേക്കാണ്. കാരണം ഞങ്ങൾ വരില്ല എന്നുള്ളതും നിർബന്ധിത ആ സേവനം അനുഷ്ഠിക്കണമെന്ന് പറയുന്നപ്പോഴാണ് ഇവരുടെ ലക്ക് കെട്ട് അല്ലെങ്കിൽ ഹാലിളകിയിട്ട് ആ പ്രൊട്ടസ്റ്റായിട്ട് മാറിയത്. എന്താണെങ്കിലും അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിൽ ആരും ആക്ഷേപമൊന്നും കരുതരുത്. നിങ്ങൾ വാർത്തകൾ വായിക്കുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ചാനലിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് നമ്മളിവിടെ വെക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.